മുന്നോട്ട് പോകുന്നതിന് മുൻപ് രണ്ട് വേദഭാഗങ്ങൾ നിങ്ങളുടെ മുൻപാകെ പങ്കുവയ്ക്കട്ടെ. First, Ephesians chapter 2 verses 4 through 6. പ്രാരംഭമായി എഫേസ്യ ലേഖനം 2-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വചനങ്ങൾ. Ephesians 2:4. But because of his great love for us, God, who is rich in mercy, made us alive with Christ, even when we were dead in trespasses. It is by grace you have been saved. And God raised us up with Christ and seated us with him in heavenly realms in Christ Jesus. കരുണാസമ്പന്നനായ ദൈവമോ, നമ്മെ സ്നേഹിച്ച മഹാസ്നേഹനിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആറാമത്തെ വാക്യം, ക്രിസ്തുവേശുവിൽ നമ്മെ ക്രിസ്തുവിനോടുകൂടി ജീവിപ്പിക്കുകയും കൃപയാൽ അത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തെ തൻ്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുവേശുവിൽ അവനോടുകൂടി ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. Amen. Reading from 1 John chapter 3. 1 John chapter 3 verse 9. 1 യോഹന്നാൻ 3-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വചനം. 1 John 3:9. No one who is born of God will continue to sin, because God's seed remains in him. He cannot go on sinning because he has been born of God. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല, അവന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല. Our loving Father, we thank you once again for this beautiful, beautiful evening. Thank you for your people. Thank you for your word. Thank you for your servants. Thank you for the ministries we have enjoyed this evening, O God. The ministry of prayer, the ministry of worship. We are so grateful for your presence in this place. Speak to us now, O God. In Jesus' name, amen. May I greet all of you in the marvelous, wonderful name of our Lord and Savior Jesus Christ. ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യമായ മനോഹരമായ നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. I am very grateful to the pastors and leaders of this church and for the community of faith for the opportunity to share God's word with you these days. ഈ ദിനങ്ങളിൽ കർത്താവിന്റെ വചനം നിങ്ങളുടെ മധ്യേ പങ്കുവെക്കേണ്ടതിന് എനിക്ക് അവസരം ഒരുക്കിയ ഈ സഭയുടെ നേതൃത്വത്തോടും വിശ്വാസ സമൂഹത്തോടും നന്ദി പറയുന്നു. I am also grateful to the pastors and servants of God who have joined us this evening as we celebrate our Lord Jesus Christ. ഇന്ന് രാത്രി ക്രിസ്തുവിന്റെ നന്മകൾ ഓർത്ത് അവനെ സ്തുതിക്കുമ്പോൾ ചേർന്ന് വന്നിരിക്കുന്ന വിശേഷാൽ ഈ പട്ടണത്തിലെ മറ്റ് ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. You heard my testimony briefly as I was introduced in terms of my ministry life, my professional life. എൻ്റെ ശുശ്രൂഷ സംബന്ധമായ ഔദ്യോഗികമായ ജീവിത രംഗങ്ങളെ പറ്റി ഒരു പരാമർശം ഇന്ന് രാത്രി ഇവിടെ ഉണ്ടായല്ലോ. But actually I am a preacher's kid who was raised in Pentecostal parsonages. ഞാൻ പെന്തക്കോസ്ത് പാർസനേജുകളിൽ വളർന്ന ഒരു പ്രസംഗിയുടെ മകനാണ്. My father was a pastor in remote places like Vechuchira and also in big towns like Mavelikara. വെച്ചൂച്ചിറ തുടങ്ങിയ ഗ്രാമങ്ങളിലും ചില വലിയ പട്ടണങ്ങളായ മാവേലിക്കരയിലുമൊക്കെ എൻ്റെ പിതാവ് ശുശ്രൂഷയിൽ ഇരുന്നിട്ടുണ്ട്. When I grew up, being a pastor was not a glamorous job. It was a tough thing to do. ഞാൻ വളർന്നു വന്ന കാലത്ത് ഒരു പാസ്റ്ററായിരിക്കുക എന്നത് വളരെ ആകർഷണീയമായ ഒരു ജോലിയായിരുന്നില്ല. അത് കഠിനതയുള്ള ഒരു വേലയായിരുന്നു. I did not grow up in a situation of affluence with all the benefits of this life. I understand hardships
and I understand the price you have to pay to preach the gospel of Jesus Christ. സാമ്പത്തിക പരാധീനതകളുള്ള ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ നന്നായി മനസ്സിലാക്കിയ പശ്ചാത്തലത്തിലാണ് ഞാനും വളർന്നു വന്നത്. Although I'm very grateful for what the Lord has done in my life, I never want to forget where I came from. എൻ്റെ ജീവിതത്തിൽ ചെയ്ത നന്മകളിൽ ഞാൻ ദൈവസനയിൽ നന്ദിയുള്ളവനാണ്. അപ്പോൾ തന്നെ വന്ന വഴികളെ ഞാൻ ഒരിക്കലും മറക്കില്ല. I want to spend some time this evening talking about reflecting on the Pentecostal life in the 21st century. ഇന്ന് രാത്രി പ്രാരംഭ സമയങ്ങളിൽ 21-ാം നൂറ്റാണ്ടിന്റെ പെന്തക്കോസ്ത് പശ്ചാത്തലം നിങ്ങളോട് പങ്കുവെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. I want us to spend some time looking at our life and see what kind of a Pentecostal am I today. ഇന്ന് രാത്രി അത് പങ്കുവെക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ കുറിച്ചൊരു വിചിന്തനം നടത്തി ഏത് തരത്തിലുള്ള ഒരു പെന്തക്കോസ്തുകാരനാണ് ഞാനെന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. I know God is moving by spirit, his spirit in this church, in this community. Last few days great things were happening. I'm very much grateful and am aware of what God is doing. നമ്മുടെ ദൈവം ഈ ദിനങ്ങളിൽ ഈ പട്ടണത്തിൽ ഈ സഭയിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരാഴ്ച ഈ സഭയിൽ ഉണർവിന്റെ ദിനങ്ങളായിരുന്നു. അവയെപ്പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട്. But tonight I want us to take a selfie, spiritual selfie. ഇന്ന് രാത്രി നമ്മൾ എല്ലാവരും ഒരു ആത്മീയ സെൽഫി എടുക്കുന്നത് നല്ലതാണ്. We see everybody taking selfies. I want you to take a spiritual selfie of you as a Pentecostal. പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഞാനൊരു പെന്തക്കോസ്തുകാരനാണ് എന്ന നിലയിൽ ഒരു ആത്മീക സെൽഫി എടുക്കാൻ ഇന്ന് രാത്രി നാം തയ്യാറാകണം. Let's look at our own picture and see how we look. ഇന്ന് രാത്രി നമ്മുടെ ആ ചിത്രങ്ങളെ നോക്കി നാം എങ്ങനെയുണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. We are wonderful God's people. There is no problem there. നമ്മളെല്ലാവരും നല്ലവരായ ദൈവമക്കളാണ്. അതിൽ തന്നെ കുഴപ്പങ്ങളൊന്നുമില്ല. We are worshiping the Lord in spirit and in truth. നാം ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരാണ്. Let's see where God is calling us to move up to. എന്നാൽ ഇന്ന് രാത്രി നമ്മളെ അടുത്ത തലത്തിലേക്ക് ദൈവം വിളിക്കുന്നത് കൂടെ നാം തിരിച്ചറിയണം. One day a lady made an appointment to see me in my office. ഒരിക്കൽ ഒരു സ്ത്രീ എന്നെ കാണേണ്ടതിന് ഓഫീസിൽ വരുവാനിടയായി. She walked in, and this is in Tulsa, Oklahoma, and she walked in wearing a beautiful salwar kameez, all 3 pieces with everything there. നല്ലൊരു സൽവാർ കമ്മീസ് ഒക്കെ ഇട്ട് വളരെ മനോഹരമായ വസ്ത്രം ധരിച്ച് താൻ എൻ്റെ ഓഫീസിലേക്ക് വന്നു. She had very long Indian black hair, beautifully kept. ഇന്ത്യൻ രീതിയിലുള്ള നല്ല നീളമുള്ള മുടിയൊക്കെ തനിക്ക് ഉണ്ടായിരുന്നു. She told me she is Indian. താൻ എന്നോട് പറഞ്ഞു ഞാൻ ഇന്ത്യനാണ്. She looked very much Indian in terms of the salwar kameez and the long beautiful black hair. തന്റെ വസ്ത്രധാരണത്തിലും തന്റെ തലമുടിയും ഒക്കെ കണ്ടപ്പോൾ എല്ലാ തരത്തിലും താൻ ഇന്ത്യനാണ് എന്ന് മനസ്സിലാക്കുവാൻ ബുദ്ധിമുട്ടില്ലായിരുന്നു. But as I listened to her speaking, I realized I may not be dealing with a real Indian. തന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ശരിക്കും ഒരു ഇന്ത്യനോട് തന്നെയാണ് ഞാൻ ഇടപെടുന്നത് എന്ന് എനിക്ക് തോന്നിയില്ല. I asked her where she was born. ഞാൻ തന്നോട് ചോദിച്ചു എവിടെയാ നീ ജനിച്ചത്? And I took a close look at her. ഞാൻ വളരെ ശ്രദ്ധയോടെ തന്നെ നോക്കി. And I noticed that the hair was a wig. ഞാൻ മനസ്സിലാക്കി തന്റെ മുടി വിഗ് വെച്ചതാണ്. And I looked closer and I realized before me is sitting a wonderful African American woman telling me she is Indian. എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീയാണ്. എന്നോട് താൻ പറഞ്ഞത് താൻ ഇന്ത്യൻ ആണെന്നും. The salwar kameez is there. സൽവാർ കമ്മീസ് ഉണ്ടായിരുന്നു. The long hair is there. നീളമുള്ള മുടി ഉണ്ടായിരുന്നു. She is a wonderful African American woman born in the USA. She is not Indian. താൻ അമേരിക്കയിൽ ജനിച്ചു വളർന്ന ഒരു ആഫ്രിക്കൻ അമേരിക്കൻ സ്ത്രീയാണ്. You have to be either born in India or accept Indian citizenship to become an Indian. നീ ഒരു ഇന്ത്യൻ ആകണം, ഇന്ത്യയിൽ ജനിക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ പൗരത്വം നേടേണ്ടി വരും. She said she went to Chennai once, therefore she is an Indian. ഒരു പ്രാവശ്യം താൻ ചെന്നൈയിൽ പോയിട്ടുണ്ട്, അതുകൊണ്ട് താൻ ഇന്ത്യൻ ആണ് എന്ന് താൻ പറയുവാനിടയായി.
Let me ask you a question this evening. ഇന്ന് രാത്രി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. Are you a true Pentecostal or are you a Pentecostal salwar kameez wearer? ഇന്ന് രാത്രി നിങ്ങൾ ഒരു യഥാർത്ഥ പെന്തക്കോസ്തുകാരനാണോ അതോ പെന്തക്കോസ്തിന്റെ വസ്ത്രം ധരിക്കുന്നയാളാണോ? Are you just looking like a Pentecostal because you go to a Pentecostal church, or are you truly a Pentecostal? ഒരു പെന്തക്കോസ്ത് സഭയിൽ പോകുന്നതുകൊണ്ട് ഒരു പെന്തക്കോസ്തുകാരനായി കാണപ്പെടുന്നു എന്നേ ഉള്ളൂ അതോ അകത്തളങ്ങളിൽ യഥാർത്ഥത്തിൽ ഒരു പെന്തക്കോസ്തുകാരനാണോ? Are you a real Pentecostal or a Pentecostal a person in disguise as a Pentecostal? യഥാർത്ഥ പെന്തക്കോസ്തുകാരനാണോ അതോ പെന്തക്കോസ്തുകാരനായി വേഷപ്രച്ഛന്നം കെട്ടിയാളാണോ? Do you have Pentecostal wigs? പെന്തക്കോസ്തിന്റെ വിഗ് വെച്ചിരിക്കുന്നവരാണോ നാം ഇന്ന്? Tonight we need to take a selfie and take a look at our own life and see what kind of a Pentecostal am I. രാത്രി ഒരു സെൽഫി എടുത്ത് നാം ഏത് തരത്തിലുള്ള പെന്തക്കോസ്തുകാരാണെന്ന് തിരിച്ചറിയുന്നത് നല്ലതാണ് കേട്ടോ. What is Pentecostal spirituality? What is Pentecostal bhakti? പെന്തക്കോസ്തിന്റെ ആത്മീയത എന്താണ്? What is true Pentecostal life? എന്താണ് യഥാർത്ഥ പെന്തക്കോസ്ത് ജീവിതം? We read tonight from God's word. ഇന്ന് രാത്രി ദൈവവചനത്തിൽ നിന്ന് നാം വായിച്ചു. We are seated now in heavenly places. നാം സ്വർഗ്ഗസ്ഥാനങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണ്. Not tomorrow, but today we are seated in heavenly places. നാളെ സംഭവിക്കുന്ന ഒരു കാര്യമല്ല, ഇപ്പോൾ തന്നെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടവരാണ് നാം. We read tonight that we cannot keep on sinning because the Spirit of God is living in us. We are born of the Spirit and filled with the Spirit. ഇന്ന് രാത്രി നാം വായിച്ചു, നാം ദൈവത്തിൽ നിന്ന് ജനിച്ചവരാകയാൽ, ദൈവാത്മാവിനാൽ ജനിച്ചവരാകയാൽ പാപത്തിൽ തുടരുവാൻ നമുക്ക് കഴിവുള്ളതല്ല. What kind of a Pentecostal are you tonight? ഇന്ന് രാത്രി ഏത് തരത്തിലുള്ള ഒരു പെന്തക്കോസ്തുകാരനാണ് നാം? Pentecost was an experience to one generation. പെന്തക്കോസ്ത് ഒരു തലമുറയ്ക്ക് ഒരു അനുഭവമായിരുന്നു. Pentecost became a tradition for a next generation. അടുത്ത തലമുറയ്ക്ക് അതൊരു പാരമ്പര്യമായി മാറി. There are some in the third generation to whom Pentecost has become a headache. മൂന്നാമതൊരു തലമുറയ്ക്ക് പെന്തക്കോസ്ത് ഇന്നൊരു തലവേദനയായി മാറിയിരിക്കുകയാണ്. Tonight God is calling you to true Pentecost. ഇന്ന് രാത്രി യഥാർത്ഥ തനിമയുള്ള ഒരു നല്ല പെന്തക്കോസ്തിലേക്ക് ദൈവം തന്റെ ജനത്തെ വിളിക്കുകയാണ്. It is not artificial Pentecostal, it is not pretending Pentecostal, it's the real thing, real Pentecost. അഭിനയിക്കുന്ന പെന്തക്കോസ്ത് അല്ലത്, പുറം മോടിയിടുന്ന പെന്തക്കോസ്ത് അല്ലത്, പുറം മൂച്ചിന്റെ പെന്തക്കോസ്ത് അല്ലത്. Last night I spoke about the 7 stages in the history of the church. ഇന്നലെ രാത്രി ദൈവസഭയുടെ ചരിത്രത്തിലെ 7 ഘട്ടങ്ങളെ പറ്റി ഞാൻ പറഞ്ഞു. Tonight I want to begin by talking about 7 spiritualities or different bhaktis in different religions to bring you to Pentecost. പല മതങ്ങളുടെ ആത്മീക തലങ്ങളെ പറ്റി ഒരു കാഴ്ചപ്പാട് നിങ്ങളോട് പങ്കുവച്ചിട്ട് യഥാർത്ഥ പെന്തക്കോസ്ത് എന്താണ് എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. We came from India, most of us, and our children are here who are born here. But what is Hindu spirituality? നാം എല്ലാവരും ഇന്ത്യയിൽ നിന്നും വന്നവരാണ്, നമ്മുടെ കുഞ്ഞുങ്ങൾ ഇവിടെ ജനിച്ചവരാണ്. എങ്കിലും നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ, എന്താണ് ഹിന്ദുത്വത്തിലെ ഹിന്ദു മതത്തിലെ ആത്മീകത? We know they have mantras and yogas. അവർക്ക് മന്ത്രങ്ങളുണ്ട്, യോഗാഭ്യാസങ്ങളുണ്ട്. They have certain dietary practices. അവർക്ക് ഭക്ഷണ ചിട്ടകളുണ്ട്, ക്രമങ്ങളുണ്ട്. They worship the forces of nature. പ്രകൃതി ശക്തികളെ അവർ ആരാധിക്കുന്നു. Number 1, we understand what Hindu spirituality is. അതൊക്കെയാണ് ഹിന്ദു ആത്മീകതയെ പറ്റി നമുക്കുള്ള ധാരണകൾ. We also know what Buddhist spirituality is. ബുദ്ധ മതത്തിന്റെ ആത്മീകത നമുക്കറിയാം. They have meditations they practice. അവർ ധ്യാനങ്ങൾക്ക് സമയം ചിലവഴിക്കുന്നവരാ. They actually write poetry as a worship. അവർ ആരാധനയുടെ ഭാഗമായി പദ്യഭാഗങ്ങൾ എഴുതും. Some of the Buddhists even will cultivate gardens, special particular gardens as a part of their bhakti. ചില ബുദ്ധമതക്കാർ
അവരുടെ ആത്മീയതയുടെ ഭാഗമായി നല്ല പൂന്തോട്ടങ്ങൾ വെച്ച് പിടിപ്പിക്കാറുണ്ട്. I'm going to ask you in a few minutes what is truly Pentecostal bhakti. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ചോദിക്കും യഥാർത്ഥ പെന്തക്കോസ്ത് ഭക്തി ഏതെന്ന്. We know Muslim bhakti and devotion. നമുക്കറിയാം മുസ്ലിം ഇസ്ലാമിക ആത്മീയത. Muslims call their bhakti the 5 pillars of Islam. ഇസ്ലാമിന്റെ 5 നെടുംതൂണുകളായ വിശ്വാസത്തെ പറ്റി അവർ പുകഴ് പറയാറുണ്ട്. They will tell you one is proclaiming their faith in Allahu Akbar. അവർ പറയും ഒന്ന് അല്ലാഹു അക്ബറിലുള്ള അവരുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം. Second, they wash their hand and feet and pray their way. 2 അവർ വരുത്തുന്ന പുറം ശുദ്ധി. They believe in alms giving to the poor. അവർ സക്കാത്ത് കൊടുക്കുന്ന അഥവാ സാധുക്കളെ സഹായിക്കുന്ന രീതി. They also believe in fasting during Ramadan and periods like this. അവർക്ക് ഉപവാസമുണ്ട്, നോമ്പുകളുണ്ട്. Number 5, they go on pilgrimages, the Hajj. അവർ വിശുദ്ധ നാടുകൾ സന്ദർശിക്കുന്നു. We know what Hindu devotion is. ഹിന്ദു ആത്മീയത നമുക്കറിയാം. We know what the Muslim bhakti is. ഇസ്ലാമിക ഭക്തി നമുക്ക് എന്തെന്നറിയാം. We understand what Buddhist bhakti is. ബുദ്ധമതക്കാർ വിശ്വസിക്കുന്ന എന്തെന്നറിയാം. We also know Jewish devotion, Jewish spirituality. യഹൂദമതം വിശ്വസിക്കുന്ന എന്തെന്നറിയാം. We know that their devotion, their spirituality is centered around the Torah, the word of God. യഹൂദന്മാരുടെ വിശ്വാസമെല്ലാം അവരുടെ ന്യായപ്രമാണത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ്. They have the Sabbath they observe. അവർക്ക് ശബത്ത് നാൾ ആചരണമെന്നുണ്ട്. They have particular diet they have to keep. അവർക്ക് പ്രത്യേക ഭക്ഷണ രീതികളുണ്ട്. They have feasts like the Passover and Hanukkah, and they have a particular spirituality. അവർക്ക് പ്രത്യേക ഉത്സവങ്ങളുണ്ട്, രീതികളുണ്ട്. You know their spirituality very well. അവരുടെ ആത്മീയതയെ പറ്റി നന്നായി നമുക്കറിയാം. When you come to Christianity, we understand Catholic spirituality. നമ്മൾ ക്രിസ്ത്യാനിത്വത്തിലേക്ക് കടന്നു വരുമ്പോൾ കത്തോലിക്ക സഭയുടെ ആത്മീക ചിട്ടകൾ നമുക്കറിയാം. They will tell you that their spirituality has കുംഭസാരം or confessions. അവർ പറയും അവരുടെ ആത്മീയതയിൽ കുംഭസാരമുണ്ട്, ഏറ്റുപറച്ചിലുണ്ട്. They will tell you that they have to go to the mass. അവർ കുർബാനയ്ക്ക് കടന്നു പോകണമെന്ന് പറയും. They have to pray to the saints. അവർ വിശുദ്ധന്മാരോട് പ്രാർത്ഥിക്കും. They will keep the rosary. അവർക്ക് കൊന്ത നമസ്കാരങ്ങളുണ്ട്. They have prescribed fasting and so forth. അവർക്ക് പ്രത്യേക രീതിയിലുള്ള ഉപവാസങ്ങളുണ്ട്, നോമ്പുകളുണ്ട്. We understand their spirituality, their അവരുടെ bhakti. ആത്മീയത നമുക്കറിയാം. We understand Orthodox spirituality. ഓർത്തഡോക്സ് യാക്കോബ ആത്മീയത നമുക്കറിയാം. This pastor was an Orthodox guy when I first met him. ഈ പാസ്റ്ററെ ഞാൻ ആദ്യമേ കണ്ടപ്പോൾ താൻ ഒരു ഓർത്തഡോക്സ് In കാരനായിരുന്നു. fact, when he first met me, he took my shirt ആദ്യമേ എന്നെ കണ്ട അന്ന് തന്നെ എന്റെ ഉടുപ്പ് താൻ കടം വാങ്ങി. because he wanted to be baptized അദ്ദേഹത്തിന് സ്നാനപ്പെടണമായിരുന്നു. and his family was against it. അദ്ദേഹത്തിന്റെ കുടുംബം അതിനെതിരായിരുന്നു. So he could not tell them he's going to get baptized at the Pentecostal church. പെന്തക്കോസ്തിൽ സ്നാനപ്പെടാൻ പോവുകയാണെന്ന് കുടുംബത്തോട് പറയുവാൻ കഴിഞ്ഞില്ല. So he came without any preparation. വേണ്ടത്ര ഒരുക്കമില്ലാതെയാ താൻ വന്നത്. It was my privilege. I was blessed and fortunate to share with him my shirt so he could go down into the water and come back and change. He was an Orthodox man. എന്റെ ഒരു ഷർട്ട് എന്ന് കടം കൊടുക്കുവാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നു. തനിക്ക് സ്നാനപ്പെടുവാനിടയായി. In Orthodox devotion, you have child baptism. ഓർത്തഡോക്സ് വിശ്വാസത്തിന്റെ ഭാഗമായി ശിശു സ്നാനമുണ്ട്. Particular kind of anointing. ചില പ്രത്യേക ലേപനങ്ങളുണ്ട്. You have to go to Kurbana. കുർബാനയ്ക്ക് കടന്നു പോകണം. And they have all kinds of noimba. അവിടെ പലതരത്തിലുള്ള നോയമ്പുകളുണ്ട്. I have shared with you how different faith people, faith groups define their faith, their spirituality, their ഓരോ bhakti. വിശ്വാസ സമൂഹവും അവരുടെ ആത്മീയതയെ നിർവചിക്കുന്ന അനുവർത്തിക്കുന്ന രീതികളാണ് ഞാൻ പറഞ്ഞത്. What is Pentecostal spirituality? അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി എനിക്കൊരു ചോദ്യമുണ്ട്. പെന്തക്കോസ്ത് ആത്മീയത എന്താണ്? How would you answer the question, what is true Pentecostal life? What is true Pentecostal bhakti? ഇന്ന് രാത്രി നമ്മളോട് ഒരു ചോദ്യം, എന്താണ് യഥാർത്ഥ പെന്തക്കോസ്ത് ഭക്തി? Is it only that we sing loud songs? ശബ്ദമുയർത്തി പാട്ടുപാടുന്നതാണോ? Is it only that we do have fasting meetings? ഉപവാസ പ്രാർത്ഥനകൾ നടത്തുന്നതാണോ? Is it only that we don't have any printed order of worship during our worship services? നമ്മുടെ ആരാധനാ രീതികളിൽ എഴുതപ്പെട്ട ചട്ടങ്ങളുണ്ടോ?
Is it all that there is Pentecost? അതിൽ മാത്രം ഒതുങ്ങുന്നതാണോ പെന്തക്കോസ്ത്? Or is it because we speak in tongues and worship God? Is that the only thing about Pentecost? അന്യഭാഷാ ഭാഷണം അത് മാത്രമാണോ പെന്തക്കോസ്ത്? Pentecost is more than all these ഈ things. പറയപ്പെട്ടതിലെല്ലാം ഉപരിയാണ് പെന്തക്കോസ്ത് അനുഭവം. Pentecost has to do with the power of the Holy Spirit. പെന്തക്കോസ്ത് ആത്മാവിന്റെ ശക്തി, ആത്മാവിന്റെ നിറവ്, അതാണ് പെന്തക്കോസ്ത്. Hallelujah. Pentecost has to do with the power and the anointing of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ശക്തിയും അഭിഷേകവും അതത്രേ പെന്തക്കോസ്ത്. Let's worship the Lord tonight. ഇന്ന് രാത്രി അതോർത്ത് കരങ്ങൾ ഉയർത്തി നന്ദിയോടെ Hallelujah. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Amen. God is spirit, and they that worship him must worship in spirit and in truth. ദൈവം ആത്മാവാകുന്നു. ദൈവത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും തന്നെ അവനെ ആരാധിക്കണം. Pentecostal spirituality has 3 dimensions. പെന്തക്കോസ്ത് ആത്മീകതയ്ക്ക് 3 മാനങ്ങളുണ്ട്. One, there is a thinking part of Pentecost. ഒന്ന് ബൗദ്ധിക തലത്തിലുള്ള ഒരു പെന്തക്കോസ്ത്. 2, there is a feeling part of Pentecost. 2 വൈകാരിക തലത്തിലുള്ള ഒരു പെന്തക്കോസ്ത്. 3rd, there is an acting, living level of Pentecost. 3 പ്രവൃത്തി പദത്തിലുള്ള ഒരു പെന്തക്കോസ്ത്. Say with me for a few minutes. എന്നോട് ചേർന്നത് മനസ്സിലാക്കണം, ചേർന്ന് പറയണം. I will explain these things to you. ഞാൻ നിങ്ങളോട് ഇത് വിശദീകരിച്ച് പറയാം. The thinking part of Pentecost has to do with the doctrines we teach and believe. ബൗദ്ധിക തലത്തിലുള്ള പെന്തക്കോസ്ത് നാം പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഉപദേശ സത്യങ്ങൾ. And the feeling part of Pentecost are our affections, our commitments, our attachments in terms of the word of God. വൈകാരിക തലത്തിലുള്ള പെന്തക്കോസ്ത് ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള നമുക്കുള്ള സ്നേഹം, നമുക്കുള്ള പ്രതിബദ്ധത, നമുക്കുള്ള കടപ്പാട്. And the third part is the practical area, practices area. 3 പ്രായോഗിക തലത്തിലുള്ള പെന്തക്കോസ്ത്. That has to do with our daily life as spirit-filled people. അത് നമ്മുടെ അനുദിന ജീവിതം, ആത്മാ നിറവിലുള്ള ജീവിതം. So Pentecost has doctrines. പെന്തക്കോസ്തിന് ഉപദേശമുണ്ട്. Pentecost has deep commitments and emotions. പെന്തക്കോസ്തിന് ഹൃദയത്തിൽ അടിയുറച്ച ആഴമായ വിശ്വാസമുണ്ട്. But above all, there is a way we live the doctrines and the feelings on a daily basis as the people filled with the Holy Spirit and fire. അതിലുപരിയായി ആത്മാവിനാൽ നിറയപ്പെട്ട തീയാൽ അഭിഷേകം ഏറ്റെടുത്ത ദൈവത്തിന്റെ ജനത്തിന്റെ നടപ്പ്, അവരുടെ ജീവിതം, അവരുടെ പ്രവൃത്തി. Amen. ഹല്ലേലൂയ. We live at a time many churches are careless about the importance of doctrines. നാം ജീവിക്കുന്ന കാലഘട്ടം പല സഭകളും ഉപദേശത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ഒരു കാലമാണ്. There are some new churches that have some good things going, but they are very careless about the doctrines and the teachings of the word of God. പല സഭകളുണ്ട്, നല്ല കാര്യങ്ങൾ നടക്കുന്നു, ദൈവവചനത്തിന്റെ ഉപദേശങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കാറില്ല. We believe that Jesus saves. നാം വിശ്വസിക്കുന്നു യേശു മാത്രം രക്ഷകൻ. We believe Jesus heals. നാം വിശ്വസിക്കുന്നു യേശു സൗഖ്യമാക്കും. We believe Jesus fills us with the Holy Spirit. വിശ്വസിക്കുന്ന യേശു തന്റെ ആത്മാവിനാൽ തന്റെ ജനത്തെ നിറയ്ക്കുന്നു. We believe that the Lord Jesus Christ is coming back again. വിശ്വസിക്കുന്നു നമ്മുടെ പ്രാണപ്രിയൻ മടങ്ങി വരും. Amen. We believe that we must live a holy life in this world by the power of the Holy Spirit now. നാം വിശ്വസിക്കുന്നു ആത്മാവിന്റെ സഹായത്തോടെ ഈ ലോകത്തിൽ നാം ഒരു വിശുദ്ധ ജീവനം കഴിക്കണം. It doesn't matter how exciting the worship service is. If the theology is not right, if the doctrines are not right, they are not to be followed.
എത്ര ആവേശം ഉദിപ്പിക്കുന്ന ആരാധന അനുഭവം നമുക്കുണ്ടെങ്കിലും അത് വചനത്തിൽ നിലനിൽക്കുന്നതല്ലെങ്കിൽ, അത് ഉപദേശത്തിൽ മറയപ്പെട്ടതല്ലെങ്കിൽ ആരാധനയ്ക്ക് അർത്ഥമില്ല. Thank God for the word of God. നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവചനത്തെ ഓർത്ത് കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Hallelujah. Our appachans and ammachis paid a price for these doctrines. നമ്മുടെ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഈ ഉപദേശത്തിന് വേണ്ടി വില കൊടുത്തവരാ. They could forsake the doctrines for some benefits, but they said, no, we will bear witness to the truth of the doctrines of the word of God. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, അല്പലാഭത്തിനു വേണ്ടി ഉപദേശ സത്യങ്ങളെ വലിച്ചെറിയുവാൻ സാധ്യത ഉണ്ടായിരുന്നപ്പോഴും അതിനെ മുറുകെ പിടിക്കാൻ തയ്യാറായവരാണ് നമ്മുടെ പിതാമഹന്മാർ. Amen. My father had a younger brother who died soon after my grandparents became Pentecostal. എന്റെ പിതാമഹന്മാർ പെന്തക്കോസ്തിലേക്ക് വന്നതിന് ഉടനെ എന്റെ പിതാവിന്റെ ഒരു സഹോദരൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. They had just left the famous Niranam Orthodox Church to be baptized as they were filled with the Holy Spirit. സുപ്രസിദ്ധമായ നിരണം ഓർത്തഡോക്സ് സഭയിൽ നിന്ന് കർത്താവിനെ അറിയാൻ ഇറങ്ങി തിരിച്ചതേ ഉണ്ടായിരുന്നുള്ളൂ. They had a dead baby in the house and the church said, we will bury your son if you will give up your Pentecostal doctrine. അവരുടെ കുഞ്ഞിനെ അടക്കുവാൻ ഇടമില്ലായിരുന്നു. സഭ പറഞ്ഞു, പെന്തക്കോസ്തിനെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങളുടെ കുഞ്ഞിനെ ഇവിടെ അടക്കാം. I love the Orthodox Church, so I'm not speaking against the church. I'm telling my family's testimony. പ്രിയരേ, ഇന്ന് ഒരു സഭയ്ക്കെതിരല്ല ഞാൻ പറയുന്നത്, എന്റെ അനുഭവം പറഞ്ഞു എന്ന് മാത്രം. My grandfather had to bury his own son in his backyard and he said, this is the truth of the word of God. I am not willing to give up the truth of the word of God. എന്റെ വല്യപ്പച്ചൻ തന്റെ കുഞ്ഞുമകനെ വീടിന്റെ വളപ്പിൽ തന്നെ സംസ്കരിച്ചിട്ട് താൻ ധൈര്യത്തോടെ പറഞ്ഞു, ഇതാണ് പെന്തക്കോസ്ത്, ഇത് ശരിയാണ്, ഈ ഉപദേശം മാത്രമാണ് സത്യം. Amen. ഹല്ലേലൂയ. Our fathers and grandfathers and mothers, they paid a price to keep the pure doctrines of the word of God. Do not be ashamed of the teachings of the word of God. നമ്മുടെ പിതാക്കന്മാർ, നമ്മുടെ മാതാക്കന്മാർ ഈ വിശ്വാസം നിലനിർത്തേണ്ടതിന് വില കൊടുത്തവരാണ്. അതുകൊണ്ട് ഈ വിശ്വാസം വിലയില്ലാത്തതല്ല, ഇതിനെ കുറവുള്ളതായി ആരും കാണരുത്. Amen. Young people, I want you to know the teachings of the word of God. ചെറുപ്പക്കാരെ, ദൈവവചനത്തിന്റെ പഠിപ്പിക്കൽ നന്നായി മനസ്സിലാക്കണം. Just because you come to a Pentecostal church, you do not become a Pentecostal. നിങ്ങൾ ഒരു പെന്തക്കോസ്ത് സഭയിൽ വന്നതുകൊണ്ട് നിങ്ങൾ ഒരു പെന്തക്കോസ്തുകാരനാവില്ല. You have to accept the truth of the word of God for your mind to accept the doctrines of the word of God and confess the truth of the word of God. ദൈവവചനത്തിന്റെ സത്യങ്ങൾ മനസ്സിലാക്കി അത് ഹൃദയത്തിൽ കയറി അത് വിശ്വസിച്ച് അത് സ്വീകരിക്കുക വേണം ചെയ്യുവാൻ. He that believes and baptized shall be saved. വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. There is such a thing called baptism. സ്നാനം എന്ന ഒന്നുണ്ട് പ്രിയമുള്ളവരെ. The precondition is not your age. അതിന്റെ സാധുത നിങ്ങളുടെ പ്രായമല്ല. If you believe in the Lord Jesus Christ, you must be baptized in the name of the Father, Son and the Holy Spirit. It is the doctrine of the word of God. യേശു ക്രിസ്തു രക്ഷകനെന്ന് വിശ്വസിക്കാൻ പ്രായവും പ്രാപ്തിയുമുള്ള എല്ലാവരും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലത്തിൽ മുങ്ങി സ്നാനമേൽക്കണം. ഇത് തിരുവചനത്തിന്റെ മാറിക്കൂടാത്ത ഉപദേശമാണ്. Amen. If you did not have an opportunity to obey the Lord in baptism tonight, make a decision by faith and say, I will obey the teaching of the word of God and be baptized according to the doctrines of the Bible. ഇതുവരെ ജലത്തിൽ നിമജ്ജന സ്നാനമെന്ന ഭാഗ്യകരമായ അനുഭവം സിദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി തീരുമാനിക്കുക, ഈ യേശുവിൽ വിശ്വസിച്ച് എനിക്ക് ത്രിയേക ദൈവത്തിന്റെ നാമത്തിൽ സ്നാനമേറ്റെടുക്കണം. Amen. We do not believe everything that feels good. We want to see if it is in the word of God. പ്രിയരെ, മനസ്സിന് ഇണങ്ങിയാൽ, മനസ്സിന് സന്തോഷം തോന്നിയാൽ വിശ്വസിക്കുക എന്നതല്ല തത്വം.
ദൈവത്തിന്റെ വചനം പറയുന്ന സർവ്വതും തലകുനിച്ചേറ്റെടുക്കുക. അതാണ് ഒരു ദൈവവേദലിന്റെ ഉത്തരവാദിത്വം. This is God's eternal word. ഇത് ദൈവത്തിന്റെ നിത്യമായ വചനം. He has given his word to us so that we may obey his word and receive eternal life. അവന്റെ വചനം അവൻ നമുക്ക് തന്നത് നാം അതിനനുസരിപ്പാനും നിത്യജീവന് ഓഹരിക്കാരാകുവാനുമാണ്. This world will pass away. Everything will be passing away, but the word of God will endure forevermore. ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവത്തിന്റെ തിരുവചനത്തിന് ഒരിക്കലും ഒരു മാറ്റവും സംഭവിക്കില്ല. Let's praise him tonight. Hallelujah. 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 Pentecostal spirituality has doctrines. പെന്തക്കോസ്ത് ഉപദേശങ്ങൾ, പെന്തക്കോസ്ത് ആത്മീകത ഉപദേശത്തിൽ അടിസ്ഥാനപ്പെട്ടതാ. Number 2, Pentecostal spirituality has convictions and emotions called affections. We have affections. പെന്തക്കോസ്ത് ഉപദേശത്തിന്റെ അടുത്ത തലം ഇത് വൈകാരികതയുമായി ബന്ധപ്പെട്ട ഒരു ആത്മീകതയാണ്. There are 3 affections in Pentecostal life. പെന്തക്കോസ്ത് ജീവിതത്തിലുള്ള 3 ഇഷ്ടങ്ങൾ, അനുരാഗങ്ങൾ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. Number 1 is mercy and compassion. ഒന്ന് കരുണയും കമ്പാഷനും. We are a people who are moved with compassion when we see other people's hurts and pains. മറ്റുള്ളവരുടെ വേദന കാണുമ്പോൾ കരുണയും ആർദ്രതയും നമുക്ക് തോന്നണം. Why do we pray for the sick? എന്തുകൊണ്ടാണ് രോഗികൾക്ക് വേണ്ടി നാം പ്രാർത്ഥിക്കുന്നത്? Why do we visit people who are shut in? എന്തുകൊണ്ടാണ് വേദനിക്കുന്നവരെ നാം സന്ദർശിക്കുന്നത്? Because we have the Pentecostal affection of compassion. We want to reach out and touch them. കാരണം ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ കരുണയും ആർദ്രതയും ഉണ്ട്. അതത്രേ സഹാനുഭൂതിയായി മറ്റുള്ളവരോട് നമുക്ക് തോന്നുന്നത്. Why do we do charity work, try to reach out to hurting people? Because Pentecostal spirituality has compassion in their bhakti. എന്തുകൊണ്ടാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നാം ചെയ്യുന്നത്? കാരണം അത് കരുണയോടും ആർദ്രതയോടും ബന്ധപ്പെട്ട ഒന്നാണ്. Second emotion we have is courage. Courage. 2 നമ്മളെ സ്വാധീനിക്കുന്ന ഒരു വികാരം ധൈര്യം, ധീരത എന്നുള്ളതാ. Remember the people who left Kerala to go to South India, North India, when there was no comfort there, living among people, they did not even know the language. They had the courage to go where nobody else went with the gospel of Jesus Christ. എന്തുകൊണ്ടാണെന്നറിയാമോ? വടക്കേ ഇന്ത്യയിലേക്ക് സുഖമോ സൗകര്യമോ അനുകൂല സാഹചര്യങ്ങളോ ഇല്ലാതിരുന്നപ്പോൾ തെക്കേ ഇന്ത്യ വിട്ട് യേശുവിന്റെ സുവിശേഷം വിളിച്ചു പറയുവാൻ അനേകർ പോയത് അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ധൈര്യം കൊടുത്തതുകൊണ്ടാണ്. Why did the missionaries come to India when there was no comfort in India with the full gospel of Jesus Christ? Because they had the Pentecostal courage of the Holy Spirit to go where they were able to go by the power of God alone. എന്തുകൊണ്ടാണ് മിഷണറിമാർ ഇന്ത്യയിലേക്ക് കടന്നു വന്നത്? സുവിശേഷം പങ്കുവയ്ക്കുവാൻ അത് പെന്തക്കോസ്ത് അവർക്ക് കൊടുത്ത ധീരത നിമിത്തമായിരുന്നു. And there is a third emotion that is part of our spirituality. 3 നമ്മുടെ ആത്മീകതയുമായി ബന്ധപ്പെട്ട വേറൊരു വൈകാരിക തലമുണ്ട്. That is gratitude, gratefulness. അതിന്റെ പേര് നന്ദി, കൃതജ്ഞത എന്നാ. What is our worship? എന്താണ് നമ്മുടെ ആരാധന പ്രിയമുള്ളവരെ? What is our praise and worship? എന്താണ് സ്തുതി ആരാധന? Because our hearts are filled with gratitude for what the Lord has done for us. കാരണം നമ്മുടെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞ് യഹോവ എനിക്ക് വേണ്ടി ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് എന്റെ ഹൃദയം നന്ദിയാൽ നിറയുമ്പോൾ ആരാധനയായി പുറത്തു വരികയാണ്. Bless the Lord, oh my soul, and all that is within me. Bless his holy name. മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവാന്തരംഗമേ അവന്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. Oh, give thanks unto the Lord, for he is good and his mercy endureth forever. സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കും
mercy shall follow us all the days of our lives, and we shall dwell in the house of the Lord forever. നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. Let's lift up our hands and praise Him tonight. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് Everyone praise God. Gratitude. Hallelujah. Glory to God. ഹല്ലേലൂയ. Gratitude. നന്ദി, Gratitude. നന്ദി. There is a generation that is so ungrateful, taking all God's blessings for granted without realizing where we came from. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് വിലമതിക്കാത്ത ഒരു തലമുറയുണ്ട്. നാം വന്ന വഴികൾ മറക്കരുത്. ദൈവം നടത്തിയ വഴികൾ നാം മറക്കരുത്. I am calling you to Pentecostal doctrines ഇന്ന് tonight. രാത്രി പെന്തക്കോസ്തിന്റെ ഉപദേശത്തിലേക്ക് ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. It doesn't matter what your background is. Tonight, I'm calling you to Pentecostal doctrines. നിങ്ങളുടെ പശ്ചാത്തലം എന്തുമാകട്ടെ, കഴിഞ്ഞുപോയ നാളുകൾ ഏതുമാകട്ടെ, Tonight, I'm calling you to Pentecostal compassion. ഇന്ന് രാത്രി പെന്തക്കോസ്ത് ആർദ്രതയിലേക്ക് I'm വിളിക്കുക. calling you to Pentecostal courage. പെന്തക്കോസ്ത് ധീരതയിലേക്ക് നിങ്ങളെ I'm വിളിക്കുക. calling you to Pentecostal gratitude. ഞാൻ നിങ്ങളെ പെന്തക്കോസ്ത് നന്ദി അർപ്പണത്തിലേക്ക് വിളിക്കുക. Calling you to Pentecostal worship. ഇന്ന് രാത്രി പെന്തക്കോസ്തിന്റെ സത്യാരാധനയിലേക്ക് ഞാൻ നിങ്ങളെ വിളിക്കുക. We are not going to live as pretending Pentecostals with fake Pentecost. We are going to be genuine, authentic, real Pentecostals in the 21st century. പെന്തക്കോസ്ത് എന്ന് കരുതി, പെന്തക്കോസ്ത് എന്ന ധാരയിൽ പെന്തക്കോസ്തിന്റെ മുഖം മൂടി അണിഞ്ഞ് ജീവിക്കുന്നവരല്ല. വചനത്തിൽ അടിസ്ഥാനപ്പെട്ട തനിമയുള്ള ഉറപ്പുള്ള നല്ല പെന്തക്കോസ്ത്, അതിനായി ദൈവം നമ്മളെ വിളിക്കുക. We are going to live in such a way, a new generation will follow us and they say, my appachan's faith is my faith, my mummy's God is my God. A new generation is going to rise up and follow us. അങ്ങനെയുള്ള നമ്മുടെ ജീവനം കണ്ടിട്ട് നമുക്ക് പിന്നാലെ വരുന്ന ഒരു തലമുറ ധൈര്യത്തോടെ വിളിച്ചു പറയണം, എന്റെ അപ്പന്റെ ബന്ധക്കോത്ത്, എന്റെ ബന്ധക്കോത്ത്, എന്റെ അമ്മയുടെ ബന്ധക്കോത്ത്, എന്റെ ബന്ധക്കോത്ത്, ആ വഴിയിൽ തന്നെ എനിക്കും നടക്കണം. Praise God. Hallelujah. So the first dimension of Pentecostal spirituality is doctrine. ഒന്നാമത്തെ പെന്തക്കോസ്തിന്റെ മാനം എന്ന് പറയുന്നത് ഉപദേശം. The second component of Pentecostal spirituality are these affections. രണ്ടാമത്തെ പെന്തക്കോസ്തിന്റെ പ്രധാനപ്പെട്ട ഘടകം ഞാൻ ഈ പറഞ്ഞ വൈകാരിക തലങ്ങളാണ്. Let me now get to the important thing I wanted to share with you tonight. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാന ഘടകത്തിലേക്ക് വരട്ടെ. What is Pentecostal practice? എന്താണ് പെന്തക്കോസ്തിന്റെ പ്രായോഗിക തലം? What does Pentecost in practice look like? പെന്തക്കോസ്ത് പ്രവൃത്തിപഥത്തിലെത്തിയാൽ അത് എങ്ങനെ കാണപ്പെടും? We know certain things from the word of God. ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്കറിയാം. There are lists of things we do. Hear me very carefully tonight. I'm going somewhere. പ്രിയരെ, വളരെ ശ്രദ്ധയോടെ എന്നെ കേൾക്കണം. നാം ചെയ്യുന്ന പ്രവർത്തികളുടെ ഒരു പട്ടികയുണ്ട്. We read, for example, in the book of Acts chapter 2. അപ്പോസ്തല പ്രവൃത്തികളെ 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു. The first Pentecostal people did these things. ആദിമ കാലങ്ങളിലെ പെന്തക്കോസ്തർ ഇവ ചെയ്തവരാ. Number one, they studied the apostles' doctrines. ഒന്ന്, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ പഠിച്ചു. They had fellowship. അവർക്ക് കൂട്ടായ്മ ഉണ്ടായിരുന്നു. They broke bread. അവർ അപ്പം നുറുക്കി. They had prayers. അവർ പ്രാർത്ഥിച്ചു. They had joyful worship. അവർക്ക് സന്തോഷത്തോടെയുള്ള ആരാധന ഉണ്ടായിരുന്നു. They had signs and wonders. അവർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും They ഉണ്ടായിരുന്നു. had sharings of their possessions. അവർക്കുണ്ടായിരുന്നതൊക്കെ മറ്റുള്ളവരുമായി പങ്കുവെച്ചു. And they shared their faith with അവർ others. വിശ്വാസം മറ്റുള്ളവരോട് പങ്കുവെച്ചു. And the church grew. അങ്ങനെ സഭ വളർന്നു. That's one list. അതൊരു പട്ടിക. I'm going to talk about what to do with these lists. ഈ ലിസ്റ്റുകൾ നാം എന്ത് ചെയ്യണമെന്ന് ഞാൻ പറയട്ടെ. There are different lists in different parts of the Bible. ഈ വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ പല ലിസ്റ്റുകൾ നാം കാണുന്നുണ്ട്. What we should do and how we should do it. നാം എന്ത് ചെയ്യണം, നാം എങ്ങനെ ചെയ്യണം. Saint Paul gives us a list in 1 Thessalonians. വിശുദ്ധനായ പൗലോസ് 1 കൊരിന്ത്യരിൽ നമുക്ക് തരുന്ന
ഒന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്ക് തരുന്ന ലിസ്റ്റ് ഉണ്ട്. There are 4 things he is asking us. അവിടെ നമ്മളോട് പറയുന്ന 4 കാര്യങ്ങൾ. He said, rejoice evermore. പറയുന്ന എപ്പോഴും സന്തോഷിപ്പീൻ. Pray without ceasing. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. In everything give thanks. എല്ലാറ്റിലും സ്തോത്രം ചെയ്യുവീൻ. Quench not the spirit. ആത്മാവിനെ കെടുക്കരുത്. So the Bible gives us many lists of things that describe our Pentecostal practice. നമ്മുടെ പെന്തക്കോസ്ത് പരിചയങ്ങളെ വെളിവാക്കുന്ന പല ലിസ്റ്റുകൾ വചനം തരുന്നുണ്ട്. Unfortunately, some people think Pentecostal spirituality is a list of do's and don'ts. പലരും വിചാരിക്കുന്നത് ചിലത് ചെയ്യുകയും ചിലത് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നതാണ് പെന്തക്കോസ്ത്. Certainly there are certain things we do, but certain things we do not do. But Pentecostal spirituality is deeper than a list of things we do or don't do. നാം ചെയ്യേണ്ടവയുണ്ട്, നാം ചെയ്യരുതാത്തവയുണ്ട്. അവയെല്ലാം നല്ലത്. പക്ഷേ ചെയ്തികളുടെയും ചെയ്യരുതാത്ത കാര്യങ്ങളുടെയും ഒരു സമാഹാരമല്ല പെന്തക്കോസ്ത്. Pentecostal spirituality is not measuring the external things about people. ആൾക്കാരുടെ പുറമെ കാണുന്ന കാര്യങ്ങളെ വിലയിരുത്തുന്നതല്ല പെന്തക്കോസ്ത്. What is true Pentecost? എന്താണ് യഥാർത്ഥ പെന്തക്കോസ്ത്? Pentecost practice is the true expression of the work of the Holy Spirit in a person's life that comes out spontaneously. ഒരു മനുഷ്യന്റെ ഉള്ളിൽ ദൈവാത്മാവ് പ്രവർത്തിച്ചത് നിമിത്തം പരപ്രേരണ കൂടാതെ അവന്റെ അകത്തു നിന്നും പുറത്തേക്ക് വരുന്ന പ്രവർത്തികളാണ് യഥാർത്ഥ പെന്തക്കോസ്ത്. Pentecostal practice is the expression of the work of the Holy Spirit in your life that is manifesting without any gimmicks. നിന്റെ ഉള്ളിൽ ഒരിക്കൽ നടന്ന ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ആത്മപ്രവർത്തിയുടെ ആ ബഹിസ്ഫുരണമായി പുറത്തേക്ക് വരുന്ന ദൈവിക പ്രവർത്തികൾ അതത്രേ പെന്തക്കോസ്ത്. Because you cannot keep up with the list of things. കാരണം നിങ്ങൾക്കൊരു ലിസ്റ്റുമായി നടക്കുവാൻ കഴിയില്ല. Once they will say radio is a sin. ഒരിക്കൽ പറഞ്ഞിരുന്നു റേഡിയോ പാപമാണ്. When television came, they said television is a sin. ടെലിവിഷൻ വന്നപ്പം പറഞ്ഞു ടെലിവിഷൻ പാപമാണ്. When cable came, they said cable is a sin. കേബിൾ വന്നപ്പം പറഞ്ഞു കേബിൾ പാപമാണ്. When VCR came, they said VCR is a sin. VCR വന്നപ്പം പറഞ്ഞു VCR പാപമാണ്. When satellite came, they said satellite is a sin. സാറ്റലൈറ്റ് വന്നപ്പം പറഞ്ഞു അതും പാപമാണ്. Now we have internet, we say internet is a sin. ഇന്റർനെറ്റ് ഇപ്പോൾ ഉണ്ട്, അതും പാപമാണ്. These are not the major problems. പ്രിയമുള്ളവരെ, ഇതൊന്നുമല്ല യഥാർത്ഥ പ്രശ്നം. The major problem is in our heart. യഥാർത്ഥ പ്രശ്നം നമ്മുടെ അകത്താ. The major problem is in our life. നമ്മുടെ മനസ്സിലെ യഥാർത്ഥ പ്രശ്നം. The major issue is with us. നമ്മുടെ യഥാർത്ഥ വിഷയം നമ്മൾ തന്നെയാ. Because we forget that the Holy Spirit working in our life will manifest every day in our life. നാം വിശ്വസിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവ് അങ്ങ് പ്രവർത്തിച്ചു കൊള്ളും എല്ലാ ദിവസവും. We don't have to live. That's why young people say, I live a double life. Double life. I live one way in church. അതുകൊണ്ടാണ് പല ചെറുപ്പക്കാരും പറയുന്നത് എനിക്ക് രണ്ട് തരത്തിലുള്ള ജീവിതമുണ്ട്. I'm one way in school, I'm one way at church. ഞാൻ സ്കൂളിൽ ഒരു രീതി, സഭയിൽ വേറൊരു രീതി. I will give you a way to change it tonight. You'll have one life. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, മാറുവാൻ ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. ജീവിതം ഒന്നേ ഉള്ളൂ. You will have one life and that'll be a Pentecostal life. ഒരു ജീവിതമേ നമുക്കുള്ളൂ, അതൊരു പെന്തക്കോസ്തുകാരനായിട്ടാണ്. John said we cannot keep on sinning. യോഹന്നാൻ പറഞ്ഞു നമുക്ക് പാപത്തിൽ തുടരുവാൻ കഴിയുകയില്ല. In other words, a Pentecostal life is a life of holiness. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ പെന്തക്കോസ്ത് ജീവിതം ദൈവിക വിശുദ്ധിയുടെ ജീവിതമാണ്. Paul the apostle said we are seated in heavenly places now. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു നാം ഇപ്പോൾ സ്വർഗ്ഗസ്ഥാനങ്ങളിൽ ഇരുത്തപ്പെട്ടവരാ. So Pentecostal spirituality is living a truly changed life that is filled with the Holy Spirit. പെന്തക്കോസ്ത് ആത്മീയത എന്ന് പറയുന്നത് ആത്മാവിനാൽ നിറയപ്പെട്ട വിശുദ്ധ ജീവിതം നയിക്കുക എന്നത്രേ. You cannot call yourself a Pentecostal and live an unchanged life. മാറ്റം വരാത്ത ഒരു ജീവിതം നിനക്കുള്ളതെങ്കിൽ പെന്തക്കോസ്ത് എന്ന് അതിനെ വിളിക്കരുത്. Tonight God is calling us to live a life that is transformed by the power of the Holy Spirit. ദൈവാത്മാവിനാൽ രൂപാന്തരം വന്ന ഒരു ജീവിതം നയിക്കുവാൻ ഈ രാത്രിയിലും ദൈവം നമ്മെ വിളിക്കുക. I am not saying that we become mature in one day.
ഒരു ദിവസം കൊണ്ട് പക്വത പ്രാപിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. But I am saying that the word of God is saying you will be changed in one day. എന്നാൽ ദൈവവചനം പറയുന്നു നിനക്ക് ഒരു ദിവസം കൊണ്ട് മാറ്റം വരുവാൻ കഴിയും. We are not going to change after we die. The change has already begun. മരിച്ചു കഴിഞ്ഞല്ല മാറ്റം വരുന്നത്, മാറ്റം ഇന്നേ വന്നുകൊണ്ടിരിക്കുകയാണ്. Eternal life is not going to begin after we die. We are living eternal life now through the power of the Holy Spirit. മരിച്ചു കഴിഞ്ഞല്ല നിത്യത ആരംഭിക്കുന്നത്, നിത്യതയുടെ അനുഭവത്തിൽ ഇന്നേ ജീവിക്കുന്നതാണ് യഥാർത്ഥ ആത്മീയത. And we read in the book of Colossians, കൊലോസ്യ ലേഖനത്തിൽ നാം വായിക്കുന്നു, we are accepted by Christ. നാം ക്രിസ്തുവിനാൽ, ക്രിസ്തു നമ്മെ അംഗീകരിച്ചു, നമ്മെ ദത്തെടുത്തു. He has adopted us into his family. അവൻ തന്റെ കുടുംബത്തിലേക്ക് നമ്മെ ദത്തെടുത്തു. We are forgiven by the blood of Jesus Christ. യേശുവിന്റെ തിരുരക്തത്താൽ നാം പാപക്ഷമ പ്രാപിച്ചവരാ. We are sealed by the Holy Spirit. ദൈവാത്മാവിനാൽ നാം മുദ്ര ചെയ്യപ്പെട്ടവരാ. We are citizens of the kingdom of God. നാം സ്വർഗീയ രാജ്യത്തിന്റെ പൗരന്മാരാ. We belong to the household of faith. നാം വിശ്വാസ കുടുംബത്തിന്റെ ഭാഗമാ. We have been crucified with Christ. നാം യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരാ. We have been raised up with him. നാം യേശുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റവരാണ്. Now we are seated with him in heavenly places. ഇപ്പോൾ സ്വർഗസ്ഥാനങ്ങളിൽ ഇരുത്തപ്പെട്ടവരാ. In other words, our future has come. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഭാവി ഇന്നേ വന്നിരിക്കുകയാ. Lift up your hands and receive your life. ഹല്ലേലൂയ. Lift up your hands and receive your life ഇന്ന് tonight. രാത്രി ആ ജീവിതം ഏറ്റെടുക്കാൻ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. The Bible tells us that Christ is seated at the right hand of the Father. ദൈവത്തിന്റെ വചനം പറയുന്നു ക്രിസ്തു പിതാവിന്റെ വലഭാഗെ ഇരുത്തപ്പെട്ടിരിക്കുന്നു. We are told that we are seated with him now. ദൈവത്തിന്റെ വചനം പറയുന്നു ഇപ്പോൾ നാം അവനോട് കൂടി ഇരിക്കുന്നു. We live in him here and now. നാം അവനിൽ ഇന്ന് ജീവിക്കുന്നു. We are rooted in him. നാം അവനിൽ വേരൂന്നിയിരിക്കുന്നു. We are hidden in him. അവനിൽ നാം മറയപ്പെട്ടിരിക്കുന്നു. We are alive in him. നാം അവനിൽ ജീവിക്കുന്നു. We are children of God now. നാം ഇപ്പോൾ ദൈവ മക്കൾ ആയിരിക്കുന്നു. Amen. ഹല്ലേലൂയ. Hallelujah. Not through biological relationship like Abraham's sons. അബ്രഹാമിന്റെ മക്കളെ പറ്റി പറയുന്നത്, അബ്രഹാമിന്റെ ചരിത്രം പറയുന്നത് പോലെ ജഡീക രീതിയിലല്ല. Not through performance like other religions. മറ്റ് മതങ്ങൾ അനുവർത്തിക്കുന്നത് പോലെയല്ല. But we have been grafted to the vine and the life of God is flowing into us through the Holy Spirit and we can live the Pentecostal life through the power of the Holy Spirit. നാം നല്ല മുന്തിരി വള്ളിയോട് ചേർന്നിരിക്കുന്നത് കൊണ്ട് മുന്തിരിച്ചാറിന്റെ മുന്തിരി അനുഭവത്തിന്റെ സത്ത നമ്മളിലേക്ക് വ്യാപരിക്കുന്നത് കൊണ്ട് ആത്മാവിന്റെ ശക്തിയോടെ സഹായത്തോടെ ഇന്ന് വിശുദ്ധ ജീവിതം കഴിപ്പാൻ നമുക്ക് കഴിയും. That means when the Holy Spirit came and we are born again, and when the Holy Spirit came and we were filled with the Holy Spirit, some transformation took place in the innermost being of your life and my life. നാം വീണ്ടും ജനനം പ്രാപിച്ച ആ നിമിഷത്തിൽ നാം അറിയാതെ നമ്മുടെ അകത്ത് ദൈവാത്മാവ് വരുത്തി ഒരു രൂപാന്തരമുണ്ട്. അന്നു മുതൽ മാറ്റം വന്ന ഒരു ജീവിതത്തിന്റെ ഉടമകളാണ് ദൈവത്തിന്റെ മക്കൾ. That change is called holiness. ആ മാറ്റത്തിന് വചനം വിളിക്കുന്ന പേരാ വിശുദ്ധി. You are holy. നിങ്ങൾ വിശുദ്ധരാ. You are holy. നിങ്ങൾ വിശുദ്ധരാ. You have holiness. നിങ്ങൾക്ക് വിശുദ്ധിയുണ്ട്. Not by might or power, but by the word of God and the spirit of the living God. You are alive. നമ്മുടെ ശക്തിയാലല്ല, നമ്മുടെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ ശക്തിയാലും വചനം നമ്മുടെ ഉള്ളിൽ ഉള്ളതിനാലും. You have gone to a zoo and you are taking your children to see the animals. നമ്മളൊരു കാഴ്ച ബംഗ്ലാവിലേക്ക് പോയി കുഞ്ഞുങ്ങളെ മൃഗങ്ങളെ കാണിക്കുന്നതിന് കൊണ്ടുപോയി എന്ന് കരുതുക. You see the lions and the lion babies. അവിടെ നിങ്ങൾ സിംഹങ്ങളെ കാണും, സിംഹക്കുട്ടികളെ കാണും. Lion babies have the lion's nature. അവിടെ കാണുന്ന സിംഹക്കുട്ടികൾക്ക് സിംഹത്തിന്റെ എല്ലാ രീതികളുമുണ്ട്. Bear babies have the bear qualities. കരടിയുടെ കുഞ്ഞുങ്ങൾക്ക് കരടിയുടെ സ്വഭാവങ്ങളുണ്ട്. God's babies have God's qualities. ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തിന്റെ സ്വഭാവങ്ങളുണ്ട്.
You are a child of God. നീ ഒരു ദൈവ പൈതലാണ്. You are born of God. നീ ദൈവത്തിൽ നിന്ന് You ജനിച്ചവനാണ്. are born of the Spirit. ആത്മാവിനാൽ ജനിച്ചവനാണ്. Tonight, claim the power of the Holy ഇന്ന് Spirit. രാത്രി ആ ശക്തി നാം ഏറ്റെടുക്കണം പ്രിയമുള്ളവരെ. And receive the holiness of God. ദൈവത്തിന്റെ വിശുദ്ധിയാണ് നാം പ്രാപിച്ചത്. God is a holy God. And we must be holy people. നമ്മുടെ ദൈവം വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നാമും വിശുദ്ധരായിരിക്കണം. Lift up your holy hands. കരങ്ങൾ വിശുദ്ധ Lift കരങ്ങൾ up your holy hands. വിശുദ്ധ കരങ്ങൾ Shout to the Lord. Shout to the Lord. ശക്തിയോടെ Shout to the Lord. ശക്തിയോടെ Hallelujah. 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 ഇന്ന് രാത്രി അനുഭവം വെച്ച ദൈവജനം അല്പസമയാധരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട് നന്ദിയോടെ 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 താങ്ക് യു ലോർഡ്. നിന്റെ വചനത്തിനായി, നിന്റെ വിശുദ്ധിക്കായി, നിന്റെ ആത്മാവിനായി, നിന്റെ നടത്തിപ്പിനായി നന്ദി 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 കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. Hallelujah. Glory to God. You don't have to live like a worldly man anymore. നിനക്കൊരു ലോക മനുഷ്യനായി ഇനി ജീവിക്കേണ്ട You ആവശ്യകതയില്ല. don't have to live like a worldly woman anymore. ഒരു ലോകപ്രകാരമുള്ള സ്ത്രീയായി ഇനി ജീവിക്കേണ്ട Because there ആവശ്യം. is greater is he that is in you than he that is in the world. ലോകത്തിലുള്ളവനേക്കാൾ ശക്തനായി ഒരുവൻ നമ്മുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്. Live that life, live that life, live that life. ആ ജീവിതം ഇപ്പോൾ കഴിക്കണമെന്നാ. Then people who see you will see a saint, a holy person coming. That's not because of all the rules you keep, but because of the power of the Holy Spirit that is coming out of your life. നിങ്ങളെ കാണുന്നവർ ഒരു വിശുദ്ധനെ കാണട്ടെ, ദൈവാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നത് നിമിത്തം. You know what the Bible calls you? ദൈവജനം നിങ്ങളെ വിളിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? I was so sad. The Bible doesn't call us Pentecostals. ദൈവജനം നമ്മളെ പെന്തക്കോസ്തർ എന്ന് വിളിക്കാത്തതിൽ എനിക്കൊരു സങ്കടം തോന്നിയിട്ടുണ്ട്. The Bible doesn't call us Pentecostals. ദൈവജനം നമ്മളെ ആരെയും പെന്തക്കോസ്തർ എന്ന് വിളിക്കുന്നില്ല. The Bible calls us saints. ദൈവജനം നമ്മളെ വിളിക്കുന്ന പേര് വിശുദ്ധരെന്നാ. Hallelujah. My heart is filled with gratitude tonight. ഇന്ന് രാത്രി അതോർത്ത് എന്റെ ഹൃദയം നന്ദിയാൽ നിറയുകയാ. I'm speaking to the saints in Philadelphia. Hallelujah. ഫിലഡൽഫിയയിലുള്ള വിശുദ്ധരോടാ ഞാൻ സംസാരിക്കുന്നത്. I'm speaking to the saints in Philadelphia. ഫിലഡൽഫിയയിലുള്ള വിശുദ്ധരോടാ ഞാൻ സംസാരിക്കുന്നത്. God calls us saints. ദൈവം നമ്മളെ വിളിക്കുന്ന പേര് വിശുദ്ധരെന്നാ. The Bible has many books written to the saints. വേദപുസ്തകത്തിലെ പുസ്തകങ്ങളെല്ലാം എഴുതപ്പെട്ടത് വിശുദ്ധർക്ക് വേണ്ടിയാ. There is no book in the Bible called the book for the sinners. പാപികൾക്ക് വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകമില്ല. You want theology? This is theology. നിങ്ങൾക്ക് ദൈവശാസ്ത്രം വേണോ? ഇത് തന്നെയാണ് ദൈവശാസ്ത്രം. You are a saint. നീ ഒരു വിശുദ്ധനാ. You are a saint. നീ ഒരു വിശുദ്ധനാ. You are a saint. നീ ഒരു വിശുദ്ധനാ. You are a saint. നീ ഒരു വിശുദ്ധ മതിയാ. Say to yourself, I am a saint by the grace of God. ഇന്ന് രാത്രി മാറോട് കരം ചേർത്ത് പിടിച്ചു പറ, ഞാൻ ദൈവത്താൽ ഒരു വിശുദ്ധനാണ്, ഒരു വിശുദ്ധ മതിയാണ്. I am a saint, a holy person by the grace of God, by the mercy of God. ദൈവത്തിന്റെ കൃപയാലും ദൈവത്തിന്റെ കരുണയാലും ഞാൻ ഒരു വിശുദ്ധനാണ്. You are sanctified by the blood of Jesus Christ. യേശുക്രിസ്തുവിന്റെ പ്രവൃത്തി നിമിത്തം വിശുദ്ധീകരിക്കപ്പെട്ടവരാ നിങ്ങൾ. Tonight you are being sanctified by the word of God. ദൈവത്തിന്റെ വചനത്താൽ ശുദ്ധി പ്രാപിച്ചവരാ നിങ്ങൾ. Tonight you are sanctified by the Holy Spirit. ദൈവത്തിന്റെ ആത്മാവിനാൽ ശുദ്ധി ചെയ്യപ്പെട്ടവരാ നിങ്ങൾ. I have come to tell you, claim your place. ഇന്ന് രാത്രി ഞാൻ വന്നത് ഒരു കാര്യം വിളിച്ചു പറയാനാണ്. നിങ്ങളുടെ സ്ഥാനം എന്തെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ കയറി നിൽക്കുവാൻ ഇന്ന് രാത്രി തയ്യാറാകണം. Claim your place, claim your title as a saint and a holy person. നിങ്ങളുടെ സ്ഥാനം തെറ്റി പോകരുത്. നിങ്ങൾക്ക് ദൈവം തന്ന പേര് മാറിപ്പോകരുത്. You are a saint today. I'm not talking about tomorrow. നാളെ വിശുദ്ധനാകുന്നതിനെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഇന്ന് നീ ഒരു വിശുദ്ധനാ. Every day by the power of the Holy Spirit. എല്ലാ ദിവസവും ദൈവാത്മാവിന്റെ ശക്തി നിമിത്തം. What a privilege.
എത്തൊരു വലിയ What a ഭാഗ്യം, blessing. എത്ര വലിയ അനുഗ്രഹമാണ്. Young man, you don't have to sin anymore. നിങ്ങൾക്കിനി പാപം ചെയ്യേണ്ടതില്ല. Young lady, you don't have to sin anymore. ചെറുപ്പക്കാരി, നിനക്ക് പാപം ചെയ്യേണ്ടതില്ല. That's why John is saying we don't sin anymore because we have been born of the Spirit. ദൈവം നമ്മളോട് പറയുക, ഇനിമേൽ നാം പാപം ചെയ്യുന്നില്ല, കാരണം നാം ദൈവാത്മാവിനാൽ ജനിച്ചവരാ. We know that the old nature was wicked. പ്രിയമുള്ളവരെ, നമ്മുടെ പഴയ സ്വഭാവം അതിക്രമങ്ങൾ നിറഞ്ഞതായിരുന്നു. Old righteousness was like filthy rag. നമ്മുടെ പഴയ നീതി കറപുരണ്ട തുണി പോലെയായിരുന്നു. We could not save ourselves. നമുക്ക് നമ്മെ തന്നെ രക്ഷിപ്പാൻ പ്രാപ്തിയില്ലായിരുന്നു. But God made us a new creation in Jesus Christ. എന്നാൽ കരുണാസമ്പന്നനായ ദൈവം നമ്മെ ക്രിസ്തുവിൽ ഒരു പുതു സൃഷ്ടിയാക്കി തീർത്തു. You are born of God. നീ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ. You are born of the Spirit. നീ ആത്മാവിനാൽ ജനിച്ചവൻ. You know, I am reading the will of your father. Your will. You are reading your father's will. I'm telling you who you are. പിതാവ് നമ്മളെ കുറിച്ച് എഴുതിയ ഹിതം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. I am just showing you your inheritance, what you have inherited. അപ്പന്മാർ മക്കൾക്ക് അവകാശം എഴുതി വെക്കുന്നത് പോലെ ദൈവം തമ്പുരാൻ തന്റെ മക്കൾക്ക് എഴുതി വെച്ച അവകാശം ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നേ ഉള്ളൂ. And the word tells us he brought us to life in Christ. ക്രിസ്തുവിന്റെ ജീവനിലേക്ക് അവൻ നമ്മളെ കൊണ്ടുവന്നു എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. The Bible says 132 times in Christ, in Christ, in Christ. 132 തവണ ദൈവവചനം ക്രിസ്തുവിൽ 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 എന്ന് ആവർത്തിച്ചു പറഞ്ഞിരിക്കുന്നു. Your life is hidden with God in Christ. നിന്റെ ജീവൻ ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നു. Hallelujah! Amen. Hallelujah! Amen. The devil cannot see you. അതുകൊണ്ട് പിശാചിന് നിന്നെ കാണുവാൻ കഴിയില്ല. He cannot approach you. അവന് നിന്റെ അരികെ വരുവാൻ കഴിയില്ല. Because your life is hidden in Jesus Christ. കാരണം നിന്റെ ജീവൻ ക്രിസ്തുവിൽ മറയപ്പെട്ടിരിക്കുകയാണ്. The devil cannot cross the bloodline. യേശു തന്റെ രക്തം കൊണ്ട് കൽപ്പിച്ചാക്കിയ ഒരതിരുണ്ട്, അത് ഭേദിച്ചകത്ത് കിടപ്പാൻ ഒരു ദുഷ്ട പിശാചിനും കഴിയില്ല. Amen. Hallelujah. Worship the Lord. Worship the Lord. Praise God. Hallelujah. 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 Glory to God. Glory be to God. Hallelujah. There is a river of blood flowing from Calvary. പ്രിയമുള്ളവരെ, കാൽവറിയിൽ നിന്ന് പുറപ്പെട്ട ഒരു ദൈവിക നദിയുണ്ട്. That blood line, that blood river cannot be crossed. ആ രക്തത്തിന്റെ നദിയുണ്ടല്ലോ, അത് മുറിച്ചക്കര കടക്കുവാൻ ആർക്കും അനുവാദമില്ല. You are on this side of the river and the devil is on the other side of the river. നിങ്ങളുണ്ടല്ലോ ആ രക്തത്തിന്റെ സംരക്ഷിതമായ മേഖലയിൽ, പിശാച് നിൽക്കുന്നത് അക്കരെ. There is another river between you and the devil. നീയും പിശാചും തമ്മിൽ വേറൊരു നദിയുണ്ട്. That river began on the throne of God. അത് ദൈവത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഒഴുകുന്ന ഒരു നദിയാണ്. And that river flew through the upper room on the day of Pentecost. ആ നദി പെന്തക്കോസ്ത് നാളിൽ മാളിക മുറിയിൽ പെയ്തിറങ്ങിയ നദിയാണ്. And that river is also dividing you and the devil. He cannot cross over to ആ നദിയും നിന്നെയും പിശാചിനെയും തമ്മിൽ വേർതിരിച്ച് അതിര് കൽപ്പിക്കുന്ന നദിയാ. Tonight you claim your authority. ഇന്ന് രാത്രി നിന്റെ അധികാരം നീ തിരിച്ചറിയണം. Tonight you take your power. ഇന്ന് രാത്രി നിന്റെ ശക്തി നീ തിരിച്ചറിയണം. It's not your power, is given to you by God. ഇന്ന് രാത്രി വചനം പറയുന്നു, സകല ശക്തിയും സകല അധികാരവും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. Claim the power of the Holy Spirit. ഇന്ന് രാത്രി വളരെ ഹല്ലേലൂയ ശക്തിയോടെ അധികാരം Amen, amen, Glory be to amen, God. amen, amen. Claim the power of the blood of Jesus. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിന്റെ ശക്തി നാം ഏറ്റുപറയണം. Why do you think Appachanmar like Pattichara Yohannachan walked around saying rektam, 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 rektam? Why? കഴിഞ്ഞ കാലങ്ങളിൽ പെന്തക്കോസ്ത് പിതാക്കന്മാർ നടക്കുമ്പോൾ ഇരിക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും ഒക്കെ വാതോരാതെ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞുകൊണ്ട് നടന്നതിന്റെ പിന്നിലെ രഹസ്യം എന്താണ്? They knew this
history, this theology that the blood of Jesus has power, the Holy Spirit has power, you don't have to live in fear. അവർക്കറിയാമായിരുന്ന നല്ല ഒരു ദൈവശാസ്ത്രം ഉണ്ടായിരുന്നു. അവർ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ഒരു ദൈവശാസ്ത്രം ഉണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, യേശുവിന്റെ രക്തത്തിൽ ശക്തിയുണ്ട്. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ജയം. ഹല്ലേലൂയ. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. Oh, the blood, the blood, the blood, the blood. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. ജയം, രക്തത്താൽ ജയം. തുരിബഗമന ശാന്തുരിബഗ അന്തുനെ രഗദലവശാതെ അദഗലരമരോ രമന്ദരേരയതോ അൽതരേരിഗദലരവശാംബെ അദനരവശാംദരേഖമനബൗജെ. Oh, hallelujah. We bless you, Lord. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിക്കായി സ്തോത്രം. യേശുവിന്റെ രക്തത്തിന്റെ മറവിനായി സ്തോത്രം. Hallelujah. 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 Yes, Lord. Hallelujah. Hallelujah. Receive your healing tonight. ഇന്ന് രാത്രി യേശുവിന്റെ രക്തത്തിലുള്ള സൗഖ്യം ദൈവജനം ഏറ്റെടുക്കുകയാണ്. Receive the deliverance tonight. ഇന്ന് രാത്രി യേശുവിന്റെ രക്തം തരുന്ന വിടുതൽ ദൈവജനം ഏറ്റെടുക്കുകയാണ്. Give up the sin tonight. You don't have to sin anymore. ഇന്ന് രാത്രി ഉണ്ട്. ഹല്ലേലൂയ. മനസ്സിലാക്കണം, നിനക്ക് ഇനി പാപം ചെയ്യേണ്ടതില്ല. Leave it behind and go with the blood of Jesus Christ. Go forward in the power of the Holy Spirit. ഇന്ന് വരെ നടന്നത് യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ, മറയപ്പെടട്ടെ. ഇന്ന് രാത്രി മുതൽ ദൈവാത്മ ശക്തിയാൽ വിജയിക്കുന്ന വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. Amen. ഹല്ലേലൂയ. Hallelujah. Hallelujah. Receive it. This is yours. Receive it. ഇന്ന് രാത്രി അത് ഏറ്റെടുക്കാൻ ദൈവജനം തയ്യാറാകണം. I didn't bring it from Tulsa. This is from your father's house. പ്രിയമുള്ളവരെ, ഞാൻ ടോൾസായിൽ നിന്ന് കൊണ്ടുവന്നതല്ല. അപ്പൻ പണ്ടേ തന്റെ മക്കൾക്ക് വാഗ്ദത്തം ചെയ്ത അവകാശം കൊടുത്ത ദൈവിക വാഗ്ദത്തമാണ് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്. This is your father's house coming to you. ഇന്ന് രാത്രി അപ്പന്റെ ഭവനത്തിലായി ഇരിക്കുന്നത്, അപ്പന്റെ അനുഗ്രഹമായി ഏറ്റെടുക്കുന്നത്. Hallelujah. 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 Take a selfie and see it's beautiful. Hallelujah. ഇന്ന് രാത്രി സത്യം തിരിച്ചറിയുന്നവര് ഒരു നല്ല സെൽഫി എടുത്തിട്ട് പറയണം, ഇതിന് നല്ല മനോഹാരിതയുണ്ട്. Because you are a true Pentecostal. കാരണം നീ ഒരു യഥാർത്ഥ പെന്തക്കോസ്താ. You are a true Pentecostal sister. നീ ഒരു യഥാർത്ഥ പെന്തക്കോസ്തുകാരിയാ. You are a true Pentecostal brother. നീ ഒരു യഥാർത്ഥ പെന്തക്കോസ്ത സഹോദരനാ. You have the power of Pentecost in you tonight. നിന്നിൽ പെന്തക്കോസ്തിന്റെ ശക്തി ഉണ്ടല്ലോ. Be like a funnel. ഇന്ന് രാത്രി ഒരു ഫണൽ പോലെ let the grace of God, the power of God flow into your funnel. ഇന്ന് രാത്രി ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ ശക്തിയും ഏറ്റെടുക്കുവാൻ പ്രാപ്യമായ ഒരു നല്ല പാത്രമായി, ഒരുക്കമുള്ള ഇടമായി ദൈവജനം ഇരിക്കട്ടെ. Let that fill your life. ഇന്ന് രാത്രി ആ ദൈവകൃപ നമ്മുടെ ഹൃദയത്തെ നിറയ്ക്കട്ടെ. Then let it overflow to others. ആ ദൈവകൃപ മറ്റുള്ളവരിലോട്ട് ഒഴുകട്ടെ. And all of us claim the power of the blood of Jesus. ഇന്ന് രാത്രി നാം എല്ലാവരും യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഏറ്റുപറയട്ടെ. Blood of Jesus. യേശുവിന്റെ രക്തം. Blood of Jesus. യേശുവിന്റെ രക്തം. Blood of Jesus. യേശുവിന്റെ രക്തം. Calvary blood of Jesus. കാൽവറിയിൽ ചിന്തിയ യേശുവിന്റെ രക്തം. Blood of Jesus that cleanses us from all sins. സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പുണ്യാള രക്തത്തിനായി ഇന്ന് രാത്രി ദൈവജനം ഒരുമിച്ച് ശക്തിയോടെ സ്തോത്രം ചെയ്യട്ടെ. Amen. The blood of Jesus that can heal you tonight. Hallelujah. Can heal you tonight. ഇന്ന് രാത്രി സൗഖ്യമുണ്ട്. Can heal you tonight. ഇന്ന് രാത്രി അവൻ നിന്നെ സൗഖ്യമാക്കും. He can heal your body. അവൻ ഇന്ന് രാത്രി നിന്റെ ശരീരത്തെ തൊട്ട് സൗഖ്യമാക്കുവാൻ, He can heal your mind. ഇന്ന് രാത്രി അവന് നിന്റെ ചിന്താ മണ്ഡലത്തെ തൊട്ട് സൗഖ്യമാക്കുവാൻ കഴിയും. He can heal
your ഇന്ന് spirit. രാത്രി നിന്റെ ആത്മാവിന്റെ തലത്തെ തൊട്ട് സൗഖ്യം വരുത്തുവാൻ ദൈവത്തിന് കഴിയും. He could heal your finances. ഇന്ന് രാത്രി നിന്റെ സാമ്പത്തിക തലത്തെ തൊട്ട് നേരെയാക്കുവാൻ ദൈവകൃപയ്ക്ക് കഴിയും. He can heal your relationships. ഇന്ന് രാത്രി നിന്റെ ബന്ധങ്ങളിലെ വികൽപ്പങ്ങൾ മാറ്റുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിക്ക് കഴിയും. Amen, 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 Yes, amen, Lord. amen. Yes, yes, Amen, yes, amen, yes, yes. amen, amen. Hallelujah. Glory to God. Praise be to God. Yes. Thank you, Lord Jesus. Receive the healing you need ഇന്ന് tonight. രാത്രി നമുക്ക് വേണ്ടത് ദൈവസനയിൽ ഏറ്റെടുക്കും. Receive the power you need tonight. ഇന്ന് രാത്രി നമുക്ക് വേണ്ടിയ ശക്തി ഈ ദൈവസനയിൽ ഏറ്റെടുക്കാം. Take the power with you as you leave tonight. ഇന്ന് രാത്രി ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മോട് കൂടെ ആ ശക്തി കൊണ്ടുപോകണം. True Pentecost has true doctrines. പ്രിയമുള്ളവരെ, യഥാർത്ഥ പെന്തക്കോസ്തിന് യഥാർത്ഥ ഉപദേശമുണ്ട്. True Pentecost has two affections. യഥാർത്ഥ പെന്തക്കോസ്തിന് യഥാർത്ഥ വൈകാരിക തലങ്ങളുണ്ട്. True Pentecost has real holiness. യഥാർത്ഥ പെന്തക്കോസ്തിന് യഥാർത്ഥ വിശുദ്ധിയുണ്ട്. Let me conclude this way. ഇന്ന് രാത്രി ഇങ്ങനെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കട്ടെ. This country had terrible slavery history. ഈ രാജ്യത്ത് വലിയ അടിമത്ത വ്യവസ്ഥിതി ഉണ്ടായിരുന്നു. President Abraham Lincoln signed the Proclamation of Emancipation. അങ്ങനെ ഏബ്രഹാം ലിങ്കന്റെ കാലത്താണ് ആ അടിമത്തം ഉച്ചാടനം ചെയ്യുവാനുള്ള നിയമങ്ങൾ വന്നത്. But many slave owners did not tell the slaves that the proclamation has been signed. എന്നാൽ അന്നുള്ള പല അടിമകളോടും അടിമകളുടെ ഉടമസ്ഥർ ഈ വിവരം പറഞ്ഞില്ല. So many of the slaves continue to live as slaves even though a proclamation was declared that they are no longer slaves. അടിമത്ത വ്യവസ്ഥിതിയെ ഉച്ചാടനം ചെയ്യുന്ന നിയമം സ്ഥാപിക്കപ്പെട്ടെങ്കിലും ഈ വാർത്ത കാതിലെത്താത്തതുകൊണ്ട് പലരും പിന്നെയും അടിമകളായി തുടർന്നു. This is what Satan is doing to God's people. ഇന്ന് രാത്രി പിശാച് പല ദൈവമക്കളുടെ അടുത്ത് ചെയ്യുന്നത് ഇത് തന്നെയാണ്. A declaration was made on the cross of Calvary. കാൽവറി ക്രൂശിൽ ഒരു പ്രഖ്യാപനം നടന്നതാ. And the declaration came and said, you are free indeed. ആ പ്രഖ്യാപനം ഇങ്ങനെയാണ്: നിങ്ങൾ സ്വതന്ത്രരാണ്, നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാ. But the devil does not want you to know that you are free in Jesus Christ. പിശാചിന് ഒരു പദ്ധതിയുണ്ട്, നിങ്ങൾ അത് തിരിച്ചറിയരുത്. And he is hiding the message from God's people everywhere, trying. എവിടെ പോയാലും ദൈവവചനത്തിൽ നിന്ന് ആ സന്ദേശം മറയ്ക്കുവാനാ പിശാച് ശ്രമിക്കുന്നത്. But I have come to say to you, your freedom has been achieved. എന്നാൽ ഇന്ന് രാത്രി ഞാൻ കടന്നു വന്ന് നിങ്ങളോട് ഒരു സത്യം വിളിച്ചു പറയാൻ, നിങ്ങളുടെ സ്വാതന്ത്ര്യം ക്രിസ്തു മുന്നമേ തന്നതാണ്. You no longer belong to the enemy. ഇനിമേൽ നിങ്ങൾ പിശാചിന് അടിമപ്പെട്ടവരല്ല. You don't have to live a sinful life anymore. പാപത്തിൽ നിങ്ങൾ തുടരേണ്ടതില്ല. You don't have to live in fear and shame anymore. ഭയത്തിലും നിന്ദയിലും ലജ്ജയിലും ഇനി ജീവിതം കഴിക്കേണ്ടതില്ല. Because the Son of the living God shed his blood on the cross of Calvary and declared salvation and healing to you, free by the grace of God. കാരണം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായി കാൽവറിയിൽ മരിക്ക നിമിത്തം തന്റെ രക്തത്താൽ നിത്യരക്ഷ സൗജന്യമായി കൃപ നിമിത്തം നിങ്ങൾക്ക് തന്നതുകൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. ഹല്ലേലൂയ. Let me tell you what happened to the slaves who found out. അത് തിരിച്ചറിഞ്ഞ അടിമകൾ എന്താ ചെയ്തതെന്ന് പറയട്ടെ. First of all, they heard the message. ഒന്നാമത് അവരാ വാർത്ത കേട്ടു. Then they believed that message. അവരാ വാർത്ത ഉള്ളിൽ വിശ്വസിച്ചു. Then they accepted that message for themselves. ആ ദൂത് അവർ ഹൃദയത്തിൽ ഏറ്റെടുത്തു. They began to claim that for themselves. അത് അവർക്ക് വേണ്ടി അവർ അവകാശമാക്കി. And they began to live and act and go forward as free people, the given freedom by power. അവർ അവരുടെ അടിമത്വത്തിന്റെ മേഖലയിൽ നിന്ന് ഓരോരുത്തരായി ഇറങ്ങി തിരിച്ചു. അവർക്ക് മനസ്സിലായി അവർ ഇനിമേൽ അടിമകളല്ല. You know why? എന്തുകൊണ്ടെന്നറിയാമോ? Because when the emancipation was proclaimed, കാരണം ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം വന്നപ്പോൾ the entire weight of the Constitution of the United States is standing behind the slave. ആ നിയമത്തിന്റെ പിന്നിലാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ശക്തി നിൽക്കുന്നത്. The power of the Constitution came on the side of the slaves. ആ ഭരണഘടന കൊടുക്കുന്ന നിയമസാധുതകളെ പറ്റി ഈ അടിമകൾ തിരിച്ചറിഞ്ഞപ്പോ Tonight, heaven is declaring freedom to us.
ഇന്ന് രാത്രി സ്വർഗം നമുക്കൊരു സ്വാതന്ത്ര്യം വിളിച്ചു പറയുക. Hear the message. ഇന്ന് രാത്രി അത് കേൾക്കുക, Believe the message. അത് വിശ്വസിക്കുക, Accept the അത് message. ഏറ്റെടുക്കുക, Accept it for അത് yourself. നിങ്ങൾക്കായി തിരിച്ചറിയുക. Claim it for ഇന്ന് yourself. രാത്രി അത് നമ്മുടെ തലമേൽ വിളിച്ചു വരുത്തുക. Act on it tonight. ഇന്ന് രാത്രി അതിനനുസൃതമായി നടക്കുക. All the weight of heaven is standing with you. ഞാൻ പറയട്ടെ, ദൈവവചനത്തോട് ചേർന്ന് നീ നിന്നാൽ സ്വർഗം അതിന് തുണ നിൽക്കും. നിനക്ക് പിന്നിൽ നിൽക്കുന്ന ഒരു സ്വർഗീയ ശക്തിയുണ്ട്. Oh, the power of heaven is standing with you. സ്വർഗത്തിന്റെ ശക്തി നിന്റെ പിന്നാലെയാ. The constitution of heaven is standing on your side. ദൈവവചനത്തിന്റെ ഭരണഘടന നിനക്ക് തരുന്ന ഒരു ഉറപ്പുണ്ട്, ഒരു ബലമുണ്ട്. And heaven is calling you a holy person. ഇന്ന് രാത്രി സ്വർഗം നിന്നെ വിളിക്കുന്ന പേര് വിശുദ്ധൻ. You are a saint according to heaven tonight. ദൈവവചനത്തിന്റെ സ്വർഗത്തിന്റെ ആലോചന പ്രകാരം നീ ഒരു വിശുദ്ധനാ. But who will receive this message? ഇന്ന് രാത്രി അത് ആരേറ്റെടുക്കും? I want every eyes closed എല്ലാ tonight. കണ്ണുകളും അടയട്ടെ. I want every eyes closed tonight. എല്ലാ കണ്ണുകളും അടയട്ടെ. Heaven has been speaking to us. ഇന്ന് രാത്രി സ്വർഗം നമ്മോട് Heaven ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. has been taking a picture of us. ഇന്ന് രാത്രി സ്വർഗം നമ്മുടെ ഒരു പടം എടുക്കുകയാണ്. We are going to respond to the word from heaven. ഇന്ന് രാത്രി ദൈവവചനത്തോട് നാം പ്രതികരിക്കാൻ We are പോവുകയാണ്. going to say we acknowledge the power of the blood of Jesus. ഇന്ന് രാത്രി നാം ഇരിക്കുന്നിടത്ത് നിന്ന് വിളിച്ചു പറയുകയാ, യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഞാൻ അറിയുന്നു. I believe the power of the Holy Spirit. യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. I believe I don't have to sin anymore. ഞാൻ വിശ്വസിക്കുന്നു ഇനിമേൽ ഞാൻ പാപത്തിൽ തുടരേണ്ടതില്ല. I do not have to be a sinner anymore. I'm a saint. ഇനി ഞാൻ പാപിയായിരിക്കേണ്ടതില്ല, ഞാൻ ഒരു വിശുദ്ധൻ. I am healed tonight. ഇന്ന് രാത്രി ഞാൻ സൗഖ്യം പ്രാപിച്ചു. I am free tonight. ഞാൻ ഇന്ന് രാത്രി സ്വതന്ത്രൻ. I have been set free tonight. ഇന്ന് രാത്രി എന്റെ ചങ്ങലകൾ പൊട്ടി. And the blood of Jesus has cleansed me tonight. യേശുവിന്റെ രക്തം എന്നെ ശുദ്ധി ചെയ്തു. And the power of the Holy Spirit is filling me tonight. ദൈവാത്മാവിന്റെ ശക്തി എന്നെ നിറയ്ക്കുകയാണ്. I'm seated in heavenly places ഞാൻ now. ഇന്ന് സ്വർഗസ്ഥാനങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. I am seated in heavenly places now. സ്വർഗീയ സ്ഥലങ്ങളിൽ ഞാൻ ഇരുത്തപ്പെട്ടിരിക്കുന്നു. If this is your testimony, stand up with me right now. ഇതാണ് നിങ്ങളുടെ സാക്ഷ്യമെങ്കിൽ ആ സ്ഥാനങ്ങളിൽ എഴുന്നേറ്റ് നിൽക്കുക. Oh, heaven come down. ഇന്ന് രാത്രി സ്വർഗം ഇറങ്ങി Heaven വരട്ടെ. is coming down. സ്വർഗം ഇറങ്ങി വരികയാ. You belong to heaven. നീ സ്വർഗത്തിന് You അവകാശപ്പെട്ടവനാ. belong to God. നീ ദൈവത്തിന് അവകാശപ്പെട്ടവനാ. You belong to the kingdom of God. ദൈവ രാജ്യത്തിന് അവകാശിയാ. You belong to the King of Kings. നീ രാജാവിന്റെ വകയാ. You belong to the Lord of നീ Lords. കർത്താവിന്റെ വകയാ. Lift up your hands and praise കരങ്ങൾ Him tonight. ഉയർത്താം. Lift up your hands and praise Him കരങ്ങൾ tonight. ഉയർത്തി നന്ദിയോടെ Oh സ്തോത്രം Lord, ചെയ്യാം. I receive your word. നിന്റെ വചനം ഞാൻ ഏറ്റെടുക്കും. I receive your നിന്റെ word. വചനം ഞാൻ ഏറ്റെടുക്കുന്നു. I receive the blood of Jesus. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഞാൻ ഏറ്റെടുക്കുന്നു. I receive the power of the Holy Spirit. ദൈവാത്മാവിന്റെ ശക്തി ഇന്ന് രാത്രി ഞാൻ ഏറ്റെടുക്കയാ. I am a true Pentecostal tonight. യഥാർത്ഥ ബന്ധക്കോത്തുകാരനാ. I'm going to walk out in the power of the Holy Spirit. ദൈവാത്മാവിന്റെ ശക്തിയിൽ ഞാൻ നടക്കും. Ula raba shangala basiko raba shangala. Glory, 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 glory. അവൻ കാലമേറെ ഇല്ലല്ലോ വാഹനം നാം കേട്ടിടാൻ കാലമേറെ ഇല്ലല്ലോ വാഹനം നാം കേട്ടിടാൻ കാന്തൻ വരരായി നാമും പോകരായി ഓ കാന്തൻ വരരായി നാമും പോകരായി യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ എന്റെ പ്രിയ ജനമേ ഉണർന്നിടുക കണ്ടേ തികച്ചു നാം ഒരുങ്ങിയിടുക യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതാ എന്റെ പ്രിയ ജനമേ ഉണർന്നിടുക തന്റെ വേലയെ തികച്ചു നാം ഒരുങ്ങിയിടുക കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ കാലമേറെ ഇല്ലല്ലോ കാഹളം നാം കേട്ടിടാൻ കാന്തൻ വരരാ നാമും പോകരാ കാന്തൻ വരരാ
മാറിടും യേശുനാമത്തിൽ ഇനി പേടിയില്ല ജയം നമുക്ക് അവകാശമേ ഓ കാലമേറെ ഇല്ലല്ലോ കാഹളം കേട്ടിടാൻ കാലമേറെ ഇല്ലല്ലോ കാഹളം കേട്ടിടാൻ കണ്ണൻ വരരാ നാമും പോകാനാ ഹോ ഹോ കണ്ണൻ വരരാ യേശുവിന്റെ ഓ ഭൂതങ്ങൾ വിട്ടുപോയി യേശുനാമത്തിൽ ഇനി ശോകമില്ല ജയം നമുക്ക് അവകാശമേ ശാപങ്ങൾ തകർന്നിടും യേശുവിന്റെ നാമത്തിൽ ഭൂതങ്ങൾ വിട്ടുപോയി എന്റെ യേശുനാമത്തിൽ ഇനി ശോകമില്ല ജയം കാലമേറെയില്ലല്ലോ കാഹളം കേട്ടിടാൻ